ചൊല്ലടോ ശാരികേ സൽക്കഥാശേഷവും മല്ലൽ തീർന്നു അൻപോടു മുക്തിയും സാധിക്കും എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു പോദിച്ചു ചെന്നു കുചേലനും മാധവ മന്ദിരേ മാധവ മന്ദിരം സ്വർണമയം മനോബോധമാനന്ദേന കണ്ടു കണ്ടങ്ങനെ ചെന്നു കടന്നിതു ഗോപുരം പിന്നെയും ഉന്നതമാരണപന്തി പത്തി ഗൃഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളും നല്ല ആർമണികൾ ഗൃഹങ്ങൾ പല കണ്ടു ചെന്നു കുചേലൻ ഒരു ഗൃഹം പുക്കിതു മന്ദിരമങ്ങി തന്നുടേ അപ്പോൾ മുകുന്ദനും വിപ്രവര്യൻ തന്നെ ഉൾപ്രേമമോടു കണ്ട് ഏറ്റം സസംഭ്രമം വേഗേന ചെന്നു പ്രിയ സഖൻ തന്നെയും ആഗമാന്താർത്ഥൻ പുണർന്നു വഴി പോലെ പാണിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും പ്രാണപ്രിയ സഖസംഗേന രോമാഞ്ചൽ പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നിതു അപ്പോൾ വിപ്രവര്യനും മാധവ സംഗേന ശുദ്ധനായി മോദിച്ചു നിന്നിതു പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥ ശിരസിങ്കൽ സർവഭാവാവകനായ ജനാർദ്ദനൻ നിർവാണതൻ ധരിച്ചിടിനാൻ പിന്നെയും ആരണേന്ദ്രണ്ടകരം പിടിച്ചൻപോടു ചാരുതരമായ തന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗവും പിന്നെ വിരവോടു പൂജിച്ചു മാധവൻ അന്നേരം അത്ര വൈദർഭി മുതലായ നാരിവർ ആലവട്ടങ്ങൾ വീടിന ഹരേ ഹരേ വിപ്രപ്രവരൻ ഇവൻ അതിനിസ്ത്രപൻ എത്രയും മാലിന്യശാലി കറുത്തവൻ അംഗം മെലിഞ്ഞു മലിനാംബരൻ ഇവൻ തന്നിൽ അഖിലേശനു ബഹുവാത്സല്യമിന്നു വരുവതിനെന്തൊരു കാരണം നന്നു നന്നെത്രയും ഓർത്താൽ വിചിത്രമാം ഓർത്താൽ അഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തി വിനാശനൻ തന്നുടെ കാരുണ്യം പേർത്തും ഇവങ്കൽ വസിക്കുന്നതു മൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാടി പിടിച്ചിട്ട് മല്ലാരിത്താനം കുശലം വിചാരിച്ചു നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു
ഹരേ എത്രയും ബുദ്ധിമാൻ ഉത്തമ ഭൂസുരസത്തമന മേ സഖാവാം ഭവാനിഹ. ഇഷ്ടാനുരൂപയായിടുന്ന ഭക്തിയെ ഇഷ്ടികാര്യാർത്ഥമായി വെട്ടിതോ ചൊല്ലേടോ. നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തു വാഴുന്നി നിഷ്കൽമഷനാം സഖേ തവ മാനസേ ഭാര്യാസുധന സംസാരമെന്നതിൽ കാര്യമോഹം ഭവാനില്ലെന്ന് മുന്നമേ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുന്നിത്. എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്ന് ലോകോപകാരമായി ചെയ്യുകയും വേണമേ. ബ്രഹ്മചര്യം പൂണ്ടുന്ന ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോടു തുല്യം വസിച്ചനാൽ തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നിതു. സൽഗുരുഭക്തിതൻ വാക്കിനാൽ നാം ചെന്നു സത്വരം കാടകമ്പുക്കു വിറകിനായി. അപ്പോൾ നിശീധിനി കാലവും വർഷവും കെൽപ്പോടു വനാന്തരേ പെട്ടു നാം വന്നു. നിശീധിനി കാറ്റും മഴയുമായി നിന്നു കുളിരും പുറത്തു അലഞ്ഞേറ്റം. പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ട് അഭിന്നമായി ധൈര്യവും വിട്ടുറങ്ങിയിടാതെ. അപ്പോൾ വനചരജാതികളാൽ നമുക്കുൽപ്പന്നമായ ഭയത്തെ മറന്നിതോ. പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നുടെ കാരുണ്യമോടു നമ്മെ തിരഞ്ഞെത്തി പിടിച്ചു പുണർന്നതും ഓർത്തു കാണുക. അന്നു ഗുരു അരുൾ ചെയ്തു, നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാനാ ഗുണകീർത്തി വിദ്യാ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും. ഇത്തരം മോദേന സൽഗുരു നമ്മോടും എത്രയും ഏറ്റവും ആശിസ്സു നൽകിയില്ലയോ. ഇന്നും ഓരോന്നു നാം അന്നു കളിച്ചത് നന്നായി മറന്നിതോ തോന്നുന്നിതോ സഖേ. സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടും. സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടും. നൃണം ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമ ഭൂസുരൻ മെല്ലവേ ചൊല്ലിന നാനാനിഗമ സകല കലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താത്മകം ഭവാൻ നാനാചരാചര ലോകത്തിലൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ. ശാന്തിപരി ഗൃഹേ വിദ്യ പഠിപ്പതിനു ഒന്നിച്ചു വന്നതു അത്ഭുതം. എത്രയും യുദ്ധം കുചേലൻ ജഗൽപതിതന്നൊടും ഉത്തരം ചൊന്നതു കേട്ടു.
മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോടിത്തം ചൊല്ലിന ഹരേ നിശ്ചല സൽഗുണവാരിധേ നീഹ പോരുന്ന നേരം നമുക്കു നൽകിയിടുവാൻ ചാരുവ പ്രാഭൃതം കൊണ്ടിങ്ങു പോന്നതോ ആയതു നൽകുക നീപ്പോഴേ ആയതു മൂലമേറ്റം ഗുണമായി വരും മൽഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണം. നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണം ഇഷ്ടമായി വരുമിങ്ങടോ. അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരം നൽകിയിലും മോദിക്കയില്ല ഞാൻ. ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രന്തത ഉത്തമനാകും മുകുന്ദനു തന്നുടെ കക്ഷയെ ഒളിച്ചു വച്ചിടും പൃഥുകത്തെ തൽക്ഷണം നാണിച്ചു നൽകാതിരുന്നിതു. അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു, സൽപുമാനാമിവൻ അർത്ഥത്തിനെന്നെയും ചിത്തെ ഭജിച്ചതിൽ അർത്ഥത്തിനേതുമേ ചിത്തത്തിൽ ആശയില്ലെന്നിവന്. എങ്കിലും തൽപഗ്നി തന്നുടെ വാക്കിനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ട് ഇന്നു ഞാൻ ദേവകൾക്കും ലഭ്യാത ധനങ്ങളെ കേവലം ഭക്തവിപ്രന്നു നൽകിയിടുവൻ. യുദ്ധം വിചാരിച്ചു മാധവൻ വിപ്രനോട്, ഉത്തമനാം നിൻ കിഴിയന്തിതില്ലെന്നും ചോദിച്ചു ഭാണ്ഡം പിടിച്ചഴിക്കും വിധം മോദിച്ചു മാധവനങ്ങ് അവൽ കാണുകയാൽ. നിർമ്മലമായുള്ളവൽ കണ്ട മൂലമായി നിർമായമേറ്റവും തൃപ്തനായേനഹം എന്ന് പറഞ്ഞു ജഗന്മയൻ ഈശ്വരൻ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടിവാടിയങ്ങേറ്റം ആനന്ദേന തിന്നു. പുനരതിൽ ഏറ്റവും നന്നായി ഒരു മുഷ്ടി വാരിയിട്ടു തെറ്റന്നു ആയിക്കൊള്ളുവതിനു തുടർന്നപ്പോൾ തെറ്റം കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയാകിയ രുക്മിണി മാധവൻ തന്നുടെ കൈ പിടിച്ച് അൻപോട് ലജയാ മന്ദാക്ഷമോടു പറഞ്ഞിതതു നേരം. ഇത് മതി മതി വിപ്രോത്തമൻ എന്നും സുരന്മാർക്കു പോലും അസാധ്യമായി മേവും ഐശ്വര്യം ഭവിച്ചവനിന്നിഹ ഈശാനീ ഭക്ഷിച്ചതുകൊണ്ടു മോക്ഷവും വന്നിതി വന്ന് ഇതുപോന്നോ തിന്നാൾ. പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. തന്നുടെ മെത്തമേലത്ര ശയിപ്പിച്ചു പാദ ശുശ്രൂഷയും ചെയ്തു വന്ദിച്ചു മോദേന സൽക്കഥ ചൊല്ലി രമിച്ചു.
അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗള വിപ്രൻ അർഘ്യാദി കർമ്മം കഴിച്ച് അൻപോട് ലൊകേശനോട് യാത്ര പറഞ്ഞുമ്പരിൽ ഉത്തമ വിപ്രൻ നടന്നിതു. പോകുന്ന മാർഗത്തിൽ ഓരോ ഏകനാഥന്റെ വൃത്താന്തം ഭക്തിയുമേറ്റം അത്യത്ഭുതം ചിന്താമരാക്ഷൻ സുഭഗ സമോഹനൻ ജ്ഞാനായതേറ്റം മലിനൻ തമോമയൻ ആനന്ദരൂപൻ എന്നെ പുണർന്നീടിനാൻ. ദേവാസുരാദി സകലരും ഐശ്വര്യമാവോളമാർജിച്ചതോർത്തു കണ്ടീടു. കേവലം തൽപ്രസാദത്താൽ അതത്രയും സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു. അർത്ഥത്തിനായിട്ടു വന്നു ഞാൻ ആയതും അർത്ഥിക്കയെന്നതുമില്ലാതെ പോന്നു. മൽഗൃഹേ പത്നി കരുണയാലേ വരമാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തു ഞാനങ്ങവളോടു പറയും കൃഷ്ണ, എന്തു ഞാനങ്ങവളോടു പറയും. ചിന്തിക്കിൽ സർവജ്ഞനല്ലോ ജഗന്മയൻ. എന്തു നമുക്ക് ധനമിങ്ങു നൽകാഞ്ഞു, ചിത്തേ ധനമതാൽ എന്തു നമുക്കുള്ള കൃത്യവും ഭക്തിയും പോമെന്നു ചിന്തിച്ചോദിത്യസ്വരൂപനിങ്ങി അർത്ഥം തരാഞ്ഞത്. ഇങ്ങനെ ഓരോന്നു ചിന്തിച്ചു വിപ്രനും ചെന്നിതു തന്നെ പത്തന സന്നിധോ. അപ്പോൾ അനേകമണിഗൃഹജാലവും ശില്പമം മാളികക്കൂട്ടവും കാണായി. നല്ല രത്നങ്ങൾ, വസനങ്ങൾ, ഭൂഷണം എല്ലാം പരിപൂർണമായ പൊട്ടുഗൃഹം. ഏറ്റം കനകമയമാം മതിലുകൾ, മുറ്റങ്ങൾ, നല്ലൊരു ഉപവനജാലങ്ങൾ, ചിത്രധ്വജ പതാകകൾ, സുവർണമായ എത്രയും നല്ല പത്മങ്ങളോടൊത്ത് അതിനിർമ്മലമായ ജലസ്ഥലഭാവികൾ, നിർമ്മല കൂപാതി മറ്റുമോരോ വിധം ദേവേന്ദ്ര മന്ദിരതുല്യം മണിമയം ദേവകൾ പോലും വണങ്ങും പുരുഷരും അപ്സര സ്ത്രീകൾ നമിക്കുന്ന നാരിമാർ അപ്പുര ശോഭകൾ കണ്ടു വിപ്രോത്തമൻ പാരം പരിഭ്രമിച്ചങ്ങു നിൽക്കും. ഇതും പാരാതെ പിന്നെയും കണ്ടിതു വിസ്മയം. നിർമ്മലമായ കനകമണികളാൽ നിർമ്മല ഭൂഷണം കൊണ്ടു മൂടി മുതാ മക്കളും ദാസിമാർ തമ്മോട് ശോഭയാ മൈക്കണ്ണി മൗലിയാം ഭക്തി സുമംഗല മോദേന മന്ദാക്ഷമുൾക്കൊണ്ടു വന്ദിച്ചു. ഭൂസുരം ചെന്നെതിർത്തപ്പോൾ ഭൂസുരം ചെന്നെതിരേറ്റപ്പോൾ സവിസ്മയം ഒക്കെയും ഓർത്തു നിരൂപിച്ചു വിപ്രനും. രേ ഇക്കളി മാധവമായു ദൃഢം എല്ലാം ഹരിചരണങ്ങൾ ഗതി നമുക്ക്
ഒരു സംശയമെന്നുറപ്പിച്ച ധജ ഗൃഹം ബുക്കു സൗഖ്യമായി വാടിതു നന്ദന ഭാര്യാദിയോട് വിപ്രോത്തമൻ. ചിന്മയനായ മുകുന്ദനെ ചിന്തിച്ചു നന്നായി വസിച്ചാൻ അനുദിനം. പിന്നെ നിത്യസ്വരൂപനെ ചിന്തിച്ചു മുക്തിയും അന്ത്യകാലത്തിൽ ലഭിച്ചു നരോത്തമ. സർവാത്മകൻ അഖിലൈകപരൻ പുമാൻ സർവവും ഭക്തജനങ്ങൾക്കു നൽകുമേ. എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്ന മല്ലാരി തന്നെ ഭജിപ്പിനെല്ലാവരും. സർവാത്മകൻ ചരിതം ഇതു നിത്യവും സർവജനങ്ങളും ചൊൽകിലും കേൾക്കിലും. സർവധന സുഖം വേഗമുണ്ടായി വരും. സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ. സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.